ഇപ്പോൾ യു.ഡി.എഫിന്റെ മുന്നണി വിപുലീകരണമാണല്ലോ പ്രധാനപ്പെട്ട വാർത്ത. അതിലിപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ചർച്ച നടത്തി, ചില നേതാക്കൾ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനം അതേതാണ്ട് ഉറപ്പിക്കുകയാണ് എൽ.ഡി.എഫും. അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമടക്കം വന്നു കഴിഞ്ഞു. കെ.എം. മാണിക്ക് ഒരു സ്മാരകം, അതിനുള്ള സ്ഥലം. അപ്പോൾ ഇനി സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതല്ലാതെ ഞങ്ങൾ ഔദ്യോഗികമായി യാതൊരു ചർച്ചയും ആരോട് ചർച്ച ചെയ്തു എന്നാർക്കും പറയാൻ കഴിയില്ല. പക്ഷേ വിളികൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ജോസ് കെ മാണിയും സ്ഥിരീകരിക്കുന്നു. പലപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രതികരിച്ചു. സ്വകാര്യ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇപ്പൊ ജോസ് കെ മാണിയും ഞാനും തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷൻ അടുത്തടുത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്തിരിക്കേണ്ടവരാണെന്ന് തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിലപ്പുറം ഉണ്ടായിട്ടില്ല. അതിലപ്പുറം ഉണ്ട് രാഷ്ട്രീയ ചർച്ചകളിലേക്ക്. അത് അങ്ങയുടെ കാര്യം. പക്ഷേ മറ്റു ചില നേതാക്കൾ വിളിച്ചു അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആ രണ്ടു ഭാഗത്തും ഉണ്ടാകും. അവര് മുന്നണിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിലും ഉണ്ടാകാം, യു.ഡി.എഫിന് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഇടയിലും ഉണ്ടാകും. പക്ഷെ അവരൊരു രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടില്ലല്ലോ, ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. എടുത്തല്ലോ ജോസ് കെ മാണി എടുത്തിട്ടില്ല. അവരുടെ നാളത്തെ അവരുടെ കമ്മിറ്റി ഉണ്ടല്ലോ, ഈ കോർ കമ്മിറ്റി, അതിലേക്കാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് യു.ഡി.എഫിനൊപ്പം വരും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതീക്ഷ, അല്ലെ? അവര് പ്രവർത്തിക്കുന്ന മേഖലകളിലെ ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങൾ യു.ഡി.എഫിന്റെ കൂടെയാണെന്നത് വ്യക്തമാക്കപ്പെട്ട കാര്യം. ഇപ്പൊ നമുക്കറിയാം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഇതൊക്കെ യു.ഡി.എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ട് മാറി. അതൊരു യാഥാർത്ഥ്യമല്ലേ. അപ്പൊ അണികൾ, വോട്ടർമാർ, ജനവിഭാഗങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇത് പറയുന്നത്. അതെ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് കിട്ടിയ നിങ്ങൾ, ജോസ് കെ മാണിയുടെ വാക്കുകളാണേ, 110 സീറ്റ്. അപ്പോൾ അവിടെ നിന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 80 നിയമസഭാ മണ്ഡലങ്ങളേ ഉള്ളൂ ആ മുന്നേറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത് ജോസ് കെ മാണി. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർലമെന്റ് പാറ്റേൺ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ എന്ന് എല്ലാവർക്കും അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് സാമ്യമുണ്ട്, അതിന് സാമ്യമുണ്ട്. ഏറ്റവും ടൈറ്റ് പാറ്റേൺ, ഏറ്റവും ടൈറ്റ് മത്സരം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ ജയിച്ചാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ സാധ്യത കൂടുതലാണ്. അതാണ് ശരിയായ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ. അങ്ങ് പറയുന്നത് ജോസ് കെ മാണി ഇങ്ങോട്ട് വരും എന്ന് തന്നെയാണ് അങ്ങയുടെ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് 5 പേരും ഒരുമിച്ചായിരിക്കും എന്ത് തീരുമാനമായാലും അതിനെടുക്കുന്ന സമയമാണ്. അവർ തീരുമാനിക്കട്ടെ. നാളത്തെ ദിവസം അതുണ്ടാകും. അവരെ സംബന്ധിച്ച് നിർണായകമാണെന്ന് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. വന്നാലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ശ്രീ സണ്ണി ജോസഫ്. വന്നു കഴിഞ്ഞാൽ ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും പരസ്പരം മത്സരിച്ച് കടുത്തുരുത്തി, ഇടുക്കി പോലുള്ള ഇടങ്ങളുണ്ട്. അവിടെ അപ്പോൾ ആരെ നിർത്തും എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലേ? ജോസഫ് വിഭാഗത്തെ പിണക്കാൻ പറ്റും. നമ്മളെ ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനങ്ങൾ. ഇപ്പോൾ യു.ഡി.എഫ് നല്ല കോർഡിയലായിട്ട് പോകുന്നത്, നല്ല റിലേഷൻഷിപ്പാണ്. എല്ലാ പാർട്ടികൾക്കും അവരുടേതായ അഭിപ്രായമുണ്ട്, അവരുടേതായ പങ്കാളിത്തമുണ്ട്. അപ്പൊ വിപുലീകരണം സംബന്ധിച്ച് അതിന്റെ ഒരു ഘട്ടം വന്നാൽ വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ഒറ്റയ്ക്കല്ല ഞങ്ങൾ തീരുമാനിക്കും.